പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ റീപ്ലേ മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് കാണിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുന്നത്. സോ ഈ മോഡിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ ഒരു ലിങ്ക് നോക്കി ആ ചാനലിലേക്ക് പോവുക. ആ ചാനലിൽ ഒരു ബെഡ് വാർസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ചാനലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണത്, ഒരു ബെഡ് വാർസിൻ്റെ വീഡിയോ. അതിൻ്റെ ഏറ്റവും താഴെ ആ ബെഡ് വാർസിൻ്റെ ബെഡ് വാർസിൻ്റെ ഡെസ്ക്ടോപ്പ് ബൈക്കിൻ്റെ ഒക്കെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഈ റീപ്ലേ മോഡിൻ്റെ ഇത് കിട്ടുന്നതായിരിക്കും. സോ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കാം. നിങ്ങളിത് വന്നതിന് ശേഷം ഈ മോഡ് ഇത് ചെയ്തതിന് ശേഷം എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിടുക. അതിനുശേഷം ഇത് മൈൻക്രാഫ്റ്റ് പാച്ചിലേ വർക്കാവത്തുള്ളൂ. അതിൻ്റെ നിങ്ങൾ ഒരു ആൻവിൽ എടുക്കുക. ആൻവിൽ എടുത്തതിന് ശേഷം ഒരു ക്ലോക്ക് എടുക്കുക. ക്ലോക്കിൻ്റെ പേര് നിങ്ങൾ റീപ്ലേ എന്നിട്ടാക്കി മാറ്റുക. അതിനുശേഷം നിങ്ങളെന്ത് ചെയ്യുക, ഈ സാധാരണ പോലെ ഇങ്ങനെ നിലത്തോട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലോട്ട് ഇങ്ങനെ ബ്ലോക്ക് ഒന്നും പൊട്ടിക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഇതേപോലെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കിയാലും മതി. സോ നിങ്ങൾ അങ്ങനെ നിൽക്കി കഴിയുമ്പോഴത്തേക്കും റെക്കോർഡെന്ന് കാണും. അതിൻ്റെ നിങ്ങൾ റെക്കോർഡ് കൊടുക്കുക. റെക്കോർഡ് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ ഗ്ലാസ് വെക്കുവാണ്. കണ്ടോ, ഇത് നമുക്ക് റീപ്ലേ മോഡായിട്ട് എങ്ങനെ കിട്ടുമെന്നും കൂടെ ഞാൻ പഠിപ്പിക്കാം. ഇവിടെ മൊത്തം ക്ലാസ് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ റീപ്ലേ മോഡ് നിങ്ങൾ അതേപോലെ തന്നെ എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ അത് മുകളിലേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇതില്ലേ അതിൽ നോക്കിയിട്ട് അത് കുറച്ച് ഫ്രണ്ടിലേക്ക് ആക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ നിന്നാണ് ക്യാമറ വേണ്ടത് അവിടെ നിങ്ങൾ ഇത് കൊണ്ട് വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അങ്ങനെ നോക്കിയിട്ട് യെസ് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ ഇങ്ങോട്ട് മാറുവാണ്. ഇങ്ങോട്ട് മാറിയിട്ട് വീണ്ടും ഞാൻ ടൈം സെലക്ട് ചെയ്തിട്ടൊരു 37 ഏറ്റവും അവസാനത്തിൽ കൊണ്ട് വെക്കുവാണ്. എന്നെ സബ്മിറ്റ് കൊടുത്തു. അപ്പോഴത്തേക്കും ഇത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് ഇവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ അത് ഇവിടെയും വെച്ചു. എന്നിട്ട് നിങ്ങൾ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അത് യെസ് കൊടുത്തു. യെസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കാണാൻ വേണ്ടി സാധിക്കും. സോ നിങ്ങൾക്ക് ചുറ്റിയാൽ വേണ്ടെങ്കിൽ ഇനി ചുറ്റും നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് വെച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ഹൈഡ് പെപ്പർ ഡോളർ ഹൈഡ് HUD ഓൺ ചെയ്യാം. എന്നിട്ട് ഈ ക്ലോക്ക് കൈ പിടിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. എന്നിട്ട് ഒന്നും കൂടെ അങ്ങനെ നിൽക്കുക. എന്നിട്ട് പ്ലെയർ സ്പീഡ് ചോദിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയർ സ്പീഡ് കൊടുക്കാം, പക്ഷേ ഒരു കറക്റ്റ് പ്ലെയർ സ്പീഡ് കൊടുക്കണം. എന്നിട്ട് പ്രീ കാൽക്കുലേറ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്രീൻ റെക്കോർഡർ ഓൺ ചെയ്തിട്ട് യെസ് കൊടുക്കുക. ആൻഡ് ഇതേപോലെ റീപ്ലേ മോഡ് പോലെ കാണിക്കും. ഓക്കെ, ഇത് സ്ക്രീൻ റെക്കോർഡർ ഓൺ ചെയ്യണം, അല്ല ഇതിൽ തന്നെ നമുക്ക് റെക്കോർഡായിട്ട് കിട്ടില്ല. സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കട്ട് ചെയ്ത് ഇതേപോലെ ആക്കി മാറ്റാവുന്നതാണ്. സോ കണ്ടല്ലോ, ഇതുപോലെയാണ്. ഓക്കെ, ഇതുപോലെ ആയിരിക്കും നമുക്ക് റീപ്ലേ മോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. എൻ്റെ സെക്കൻഡ് ചാനലാണ് അത്. അതിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.